ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ ഇതാണ് സെറ്റ്. നമ്മുടെ ബോർഡർ ഇങ്ങനെ ഗോൾഡൻ ബാമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമല്ലേ? ഇതിന്റെ പ്രൊപ്പഗേഷനും സിമ്പിളാണ്. ഇവിടെ ഒരു തൈയാണ് ആദ്യം വാങ്ങിയത്, അതിൽ നിന്നാണ് ഇതൊക്കെ സെറ്റാക്കി എടുത്തത്. ഒരു ടൈമിൽ വൺ ഡിമാൻഡ് ആയിരുന്നു ഇതിന്. ഒന്ന് വാങ്ങിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തെന്ന് പറഞ്ഞിട്ടെ. ഇതിൽ കണ്ടോ, വേര് പൊട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. ഒന്നല്ല, ഒരുപാടെണ്ണം വേര് വന്നിട്ടുണ്ട്. അവിടെ എയർ ലെയറിങ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിവിടെ വേരിന്റെ താഴത്ത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിലുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കമ്പ് മാത്രമാണ് ഉണ്ടാവുക. ദാ ഇതുപോലെ. ഇനി നമുക്ക് ആവശ്യം പ്ലാന്റ് ചെയ്യാനുള്ള ഗ്രോ ബാഗും പോട്ടി മിക്സും ആണ്. പോട്ടി മിക്സ് വളരെ സിമ്പിളായ സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ചാണകം. ഇപ്പൊ മഴയുടെ സീസൺ ആയതുകൊണ്ട് നല്ലപോലെ നനഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത്തേത് മണ്ണിര കമ്പോസ്റ്റും. ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് ഗോൾഡൻ ബാമ്പ് ഒരു തൈ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് മണ്ണൊന്നും നിറയ്ക്കുന്നില്ല, ജസ്റ്റ് അതിന്റെ പകുതി വരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിവിടെ റിസൾട്ട് ഉണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതും കൂടെ നട്ടു കൊടുത്താൽ മതി. ഇതിലിനി വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നട്ടുവെച്ചതാണ് ഈ കാണുന്നത് മൊത്തം. ഇനി കുറച്ച് വെയിറ്റ് ചെയ്യണം. ആ കാണുന്ന ഇലകളൊക്കെ വാടിപ്പോവും. എന്നിട്ട് പുതിയ മുള ദേ ഇതുപോലെ വരും. സംഭവം അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. കുഞ്ഞു മുളകൾ ഇങ്ങനെ പൊട്ടി വന്നത് കണ്ടില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? സംഭവം സിമ്പിളാണ്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലകൾ വരാൻ തുടങ്ങും. ഇനി നമുക്ക് ഇത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് മാറ്റി കുഴിച്ചിട്ടാൽ മതി. അങ്ങനെ മാറ്റി സെറ്റ് ചെയ്തതാണ് ദേ ഇത് കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു പ്ലാന്റിൽ നിന്നും ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.